മാസങ്ങളോളം കാത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു നിറം 2025. സ്റ്റീഫൻ ദേവസ് എന്ന സംഗീത മാന്ത്രികൻ ലെസ്റ്ററിന്റെ മണ്ണിലേക്ക് ഓഡിയൻസിനിടയിലൂടെ ഇറങ്ങി വന്ന് തിരികൊളുത്തിയ ആ ഷോ മാലപ്പടക്കം പോലെ കത്തിക്കേറിയെന്ന് പറയാതെ വയ്യ. സ്റ്റീഫൻ ദേവസിന്റെ വിരലുകളാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം എന്തോ മാന്ത്രികത ഉണ്ടെന്ന് തോന്നിപ്പോകും. കാരണം ഒരു ബീറ്റ് പോലും തെറ്റിക്കാതെ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ആ കീബോർഡിൽ വായിച്ചതെന്നറിയോ. കട്ടയ്ക്ക് പിടിച്ച ഓർക്കസ്ട്രക്കാരെ പറ്റി കൂടെ പറയാതെ വയ്യാട്ടെ. പടകാളി ആ ഫാസ്റ്റ് നമ്പറായിട്ടുള്ള ആ സോങ് ഒക്കെ അവർ ലൈവായിട്ടൊരു പെർഫോമൻസ് ഓർക്കസ്ട്രയിൽ തന്നെ ഒരു മത്സരം പോലെ ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചു. ശരിക്കും ഇതൊക്കെ കേട്ടിങ്ങനെ രോമാഞ്ചം കൊണ്ടിരുന്നപ്പോഴാണ് മെയിൻ ആളുടെ എൻട്രി. വേറെ ആരുമില്ല, കുഞ്ചാക്കോ ബോബൻ. വേദി ഇളക്കി മറിക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിച്ചു കേട്ടോ. ഇദ്ദേഹത്തെയൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ സ്വപ്നേബ് വിചാരിച്ച ഒരു കാര്യമാണോ? എൻ്റെയും ടീനേജ് ക്രഷ് ആയിരുന്നു പ്രത്യേകം സമ്മതിക്കേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്തുണ്ടായിരുന്ന ഏത് ഗേൾസിൻ്റെയാണ് ക്രഷ് അല്ലാതെ ഇരുന്നിട്ടുള്ളത്? നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ചൂട് വയ്ക്കുകയും വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഒരു പെർഫോമൻസ് നേരിട്ട് കാണാനൊക്കെ സാധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു കേട്ടോ. സംസാരം കൂടെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്. അങ്ങനെ ആ പെർഫോമൻസിലൊക്കെ ലയിച്ചിരുന്ന ഓഡിയൻസ് ഒക്കെ കൈയടിച്ചിരുന്നപ്പോഴാണ് ദാ വരുന്ന അടുത്ത ആളുടെ എൻട്രി. ഏറ്റവും ബബ്ലി ആയിട്ടുള്ള എനർജി ബോംബായിട്ടുള്ള റിമി ടോമി. സത്യം പറഞ്ഞാൽ ഞാൻ റിമി ടോമിയുടെ വലിയ ഫാനൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോഗ്രാം കണ്ടേ പിന്നെ ഞാൻ തന്നെ സമ്മതിക്കുന്ന ഒരു ഫാൻ ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ക്ലാസിക്കൽ സോങ് എത്ര മനോഹരമായിട്ടാണ് പാടിയത്. അതോടൊപ്പം തന്നെ അത്ര തന്നെ മാറ്റി പിടിക്കുന്ന രീതിയിൽ ഫാസ്റ്റ് നമ്പേഴ്സും കൂടെ തന്നെ വേദിയിൽ ആളുകളുമായിട്ടുള്ള മിംഗ്ലിങ്ങും. ശരിക്കും വേദി കയ്യിലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് റിമി ടോമിയെ കഴിഞ്ഞ് വേറൊരാളുള്ളൂ എന്ന രീതിയിൽ എല്ലാവരുമായിട്ടും കഴിയുന്ന എത്ര രീതിയിൽ മിംഗിൾ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പാട്ടുകൾക്കിടയിൽ ചെറിയ ചെറിയ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് വളരെ ബബ്ലി ആയിട്ട് പെർഫോം ചെയ്ത് ഒരു പൂമ്പാറ്റ പോലെ അലിഞ്ഞു ചേർന്ന് ആടി തിമിർക്കുന്ന റിമി ടോമിയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ അറിയാതെ ഫാനായി പോയതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ കട്ടയ്ക്ക് രമേഷ് പിഷാരടിയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരനാണ് രമേഷ് പിഷാരടി. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് ബസർ ആണെന്ന് പറയേണ്ടി വരും. ആ തമാശകൾ ഇതുപോലെ നേരിട്ട് ഫ്രഷ് ആയിട്ട് കേൾക്കാൻ കഴിയുകയും കൂടെ ചെയ്തപ്പോൾ പോരെ, പൂരത്തിന് ഇനി വേറെ എന്തെങ്കിലും വേണോ? അപ്പം പരിപാടി കളറാക്കാൻ മാളവിക മേനോന്റെ നല്ല കുറേ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. വളരെ കളർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അതൊക്കെ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെല്ലാവരും നിരന്നിരുന്നുള്ള കുറച്ച് നർമ്മ സംഭാഷണങ്ങളും അതിൽ കുറച്ച് ഗാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കേട്ടിരിക്കാൻ തന്നെ. കൂടെ ഒരു ചാക്കോച്ചനും റിമി ടോമിയും കൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഒരു പാട്ട് പാടുകയും ചാക്കോച്ചൻ പാടുന്നത് നേരിട്ട് കേൾക്കാനും ഒക്കെ പറ്റി. ദോഷം പറയാനില്ലല്ലോ, മോശമല്ലാത്ത രീതിയിൽ പാടുകയൊക്കെ ചെയ്തിട്ടോ. ഇവരുടെ മിനി സ്ക്രീനിൽ നിന്ന് വന്ന കുറച്ച് ഗായകരുണ്ടായിരുന്നു. ആ ഗായകരും റിമി ടോമിയും സ്റ്റീഫൻ ദേവസും എല്ലാം കൂടെ ഓഡിയൻസിനെ അങ്ങ് ഇളക്കി മറിച്ച് കുറേ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പാടി ഓഡിയൻസിനെ അവരുടെ കൂടെ പാടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഫോണൊക്കെ താഴെ വെച്ച് കൈയോട്ടിലൊക്കെ നിർത്തി കൂടെ എഴുന്നേറ്റ് തുള്ളുന്ന അവസ്ഥയിൽ വരെ ഞങ്ങളെ എത്തിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു നിറം 2025.